ഭാഗ്യം ചെയ്ത അച്ഛനും അമ്മയും ഒരു കൊച്ചു വ്ലോഗ് കണ്ടോ. എന്റെ മമ്മിയും ഡാഡി ആൺമക്കളുള്ള കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാർ കളിയാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് രണ്ട് പെൺമക്കളും വയ്യാത്തൊരു കുഞ്ഞും അല്ലേ, ആര് ചെലവിന് തരും? ഇവരൊക്കെ എപ്പോഴെങ്കിലും നിങ്ങളെ വിദേശത്ത് കൊണ്ടുപോകുന്നു. ഇപ്പൊ ദൈവം സഹായിച്ച് കഴിഞ്ഞ 4-5 വർഷമായിട്ട് എല്ലാ വർഷവും 2 പ്രാവശ്യമാണ് ഡാഡിയും മമ്മിയും ഞങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. UK മാത്രമല്ല പല രാജ്യങ്ങളിലും അവർ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ എവിടെ കളിയാക്കിയോ അവിടെ ദൈവം തമ്പുരാൻ ഉയർത്തുമെന്ന് പറയത്തില്ലേ. ഈ പറഞ്ഞ് കളിയാക്കിയ വ്യക്തികൾ വിദേശത്ത് പോയിട്ട് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ പോലും പോയിട്ടുണ്ടോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഇനിയിപ്പോ വിദേശത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും കൊച്ചുമക്കളെ നോക്കാനല്ലാതെ പോയിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ ഡാഡിയും മമ്മിയും കൊണ്ടുവരുന്നത് 4 കൊച്ചുമക്കളെ നോക്കാനല്ല, ഞങ്ങളുടെ കൂടെ അടിച്ചു പൊളിക്കാനാണ്. പിന്നെ നാളെ ഒരു സ്പെഷ്യൽ ഡേയും കൂടിയാണ്. ഇപ്പൊ ഞാനും അവരെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീത്രോ എയർപോർട്ടിലേക്ക് പോവാണ്. നിങ്ങളും വായോ, കമോ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അക്ക എത്തിയതും പിള്ളേരെ 3 പേരെയും സ്കൂളിൽ വിട്ടതിന് ശേഷം എനിക്ക് രാവിലെ നല്ലൊരു മുട്ടദോശ ഉണ്ടാക്കി തന്നു. മമ്മിക്കും ഡാഡിക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ചും പാക്ക് ചെയ്തു. ലെവിക്കുട്ടിന് ഞങ്ങൾ കഞ്ഞി എടുത്തു. ലെവിക്കുട്ടൻ വണ്ടി കയറി നല്ല ഉറക്കമായിരുന്നു. അവനാണ് നൈറ്റ് ഡ്യൂട്ടി ചെയ്തതെന്ന് വിചാരിക്കും. അക്ക ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എയർപോർട്ടിൽ ആരാ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ മമ്മിയും ഡാഡിയും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രതീക്ഷിച്ചത് അപ്പയായിരുന്നു. ബ്രിട്ടീഷ് എയർവൈസിന്റെ ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റിലാണ് ഇപ്രാവശ്യം വന്നത്. അവർ 1:15 ലാൻഡ് ചെയ്യേണ്ട ഫ്ലൈറ്റ് 1 മണിക്ക് ലാൻഡ് ചെയ്തു. പിന്നെ എല്ലാ പ്രാവശ്യത്തെ പോലെ സ്പെഷ്യൽ അസിസ്റ്റൻസ് ഉള്ളത് കാരണം പെട്ടെന്ന് തന്നെ അവർ പുറത്തു ഇറങ്ങി. മമ്മിയുടെ വരവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മമ്മി എന്നെ കെട്ടിപ്പിടിക്കാനാണ്. എവിടെ കൊച്ചുമക്കളുള്ളപ്പോൾ മക്കൾക്ക് എന്ത് വില അല്ലേ. എല്ലാ പ്രാവശ്യവും ഡാഡിയും മമ്മി UK കാല് കുത്താൻ നിർത്തി. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് ഞങ്ങളുടെ കൂടെ ആരോഗ്യത്തോടുകൂടി വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ കൃത്യസമയത്ത് എയർപോർട്ടിൽ എത്തിയത് കൊണ്ട് തന്നെ 8 പൗണ്ടേ ആയിട്ടുള്ളൂ കേട്ടോ. ഡ്രോപ്പ് ഓഫിലാണെന്നുണ്ടെങ്കിൽ 10 പൗണ്ട് ആവും. അതിനായിട്ട് ബെസ്റ്റ് പാർക്കിംഗിൽ പാർക്ക് ചെയ്യാണ്. ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്. പെട്രോൾ ബങ്കിൽ കയറി പെട്രോൾ ഫിൽ ചെയ്തതിന് ശേഷം ലെവിയുടെ നാപ്പിയൊക്കെ ചേഞ്ച് ചെയ്ത് അവന് കഞ്ഞിയും കൊടുത്ത് അക്ക പാക്ക് ചെയ്തുകൊണ്ട് വന്ന് നല്ല രുചിയുള്ള ലഞ്ചും കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നീട് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഒരു ഫിറ്റൊക്കെ കാണിക്കണമെന്ന് കരുതിയാണ്, പക്ഷെ അതിന് ടൈം കിട്ടിയില്ല. ഇത് ഞാൻ TK Maxx എടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ. ഇതിന്റെ കളർ കോമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മമ്മി ഇതേ ജാക്കറ്റൊക്കെ വലിച്ചു ഒരു മൈസൂരിനെയും കാട്ടി ചൂടാന്ന് പറഞ്ഞിരിക്കുകയാണ്. റീച്ചാന് ഡ്യൂട്ടി കഴിഞ്ഞ് പിള്ളേരെയും പിക്ക് ചെയ്ത് എത്തി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ സേഫ് ആയിട്ട് ലെസ്റ്ററിൽ എത്തി കേട്ടോ. പിള്ളേർക്ക് ഇന്ന് സ്കൂളിൽ പോകാനേ ആഗ്രഹമില്ലായിരുന്നു. ഞങ്ങളുടെ കൂടെ എയർപോർട്ടിൽ വരാത്തതിന്റെ ഒരു വിഷമമുണ്ട്. മമ്മീൻ്റെ അടി പ്രാവശ്യം ബ്രിട്ടീഷ് എയർവേസ് തന്നെ എടുത്ത് എന്തിനാന്ന് പറയാം 92 കിലോ കൂടാതെ ഹാൻഡ് ലഗേജ് ഉണ്ട്. അതിനകത്ത് ഫുള്ള് കൊച്ചുമക്ക് കഴിക്കാനുള്ള ഫുഡും ഇതുപോലുള്ള കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ആണ്. കൂടാതെ പഴുത്ത മാങ്ങ വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു ചതവ് പോലും ഇല്ല. അവരവിടെ അൺപാക്ക് ചെയ്യുന്ന സമയം കൊണ്ട് അക്കനെ ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് ഡ്രോപ്പ് ചെയ്ത് നേരെ ഞാൻ വന്നത് ഷോപ്പിങ്ങിനാണ് കേട്ടോ. വേറെ ആർക്കും അല്ല, നമ്മുടെ അപ്പൂസിന് അവന്റെ ബാപ്റ്റിസം ആണ് നാളെ. ഇതെങ്ങനെ ഇതെല്ലാം ഒത്തുവന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാനും മാത്രം അറിയാം. ഇവർ ഫെബ്രുവരി നാട്ടിൽ പോയ സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള റിട്ടേൺ ടിക്കറ്റ് ആണ്. ടിനു പാസ്റ്റർ ബാപ്റ്റിസത്തിന്റെ ഡേറ്റ് കൊടുക്കുന്നത് ഇവർ വരുന്നതിന്റെ നെക്സ്റ്റ് ഡേ. അവർ ആദ്യത്തെ കൊച്ചുമോന്റെ ബാപ്റ്റിസം കൂടാനായിട്ട് അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരു കാര്യം ദൈവം തമ്പുരാൻ തക്ക സമയത്തെല്ലാം ഒരുക്കി കൊടുത്തതാണ്. അതിനുശേഷം അവസ്ഥയിൽ എനിക്ക് ആമസോണിന്റെ കുറച്ച് സാധനങ്ങൾ ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. 1 പൗണ്ട് കോയിൻ ഇല്ലാതെ ആ ചെറിയ കൊച്ചും ഇത് കണ്ട് തന്നെയായിട്ട് വളരുന്നത്. മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതുണ്ടല്ലോ, ആ കൊച്ചും കണ്ട് തന്നെയാണ് വളരുന്നത്. മമ്മി കൊണ്ടുവന്ന് ചെയ്യാൻ മമ്മി മെഴുക്കുരട്ടിയും വെച്ചു. അടിപൊളി അല്ലേ.